യേശു ആരിലും വലിയവൻ വലിയവൻ. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ. ആരിലും വലിയവൻ വലിയവൻ. സൗഖ്യദായകൻ പാപമോചകൻ. സൗഖ്യദായകൻ പാപമോചകൻ. യേശുവേകരക്ഷകൻ. യേശുവേകരക്ഷകൻ. കരുണാമയൻ സ്നേഹഗായകൻ. കരുണാമയൻ സ്നേഹഗായകൻ. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ. ആരിലും വലിയവൻ വലിയവൻ. അത്ഭുതങ്ങളുടെ രാജാവ്, വിടുതലിൻ്റെ ആത്മാവ്. അത്ഭുതങ്ങളുടെ രാജാവ്, വിടുതലിൻ്റെ ആത്മാവ്. ദുഃഖവും ഭയവും നിരാശയും എല്ലാം വിട്ടുപോകും. ദുഃഖവും ഭയവും നിരാശയും എല്ലാം വിട്ടുപോകും. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. അന്ധർക്കു കാഴ്ച, ചെകിടർക്കു കേൾവി, രോഗശാന്തിയും നൽകിയവൻ. വചനത്താൽ ദുഷ്ടാത്മാക്കളെ പുറത്താക്കിയവൻ. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ. ആരിലും വലിയവൻ വലിയവൻ. പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ ആകാശത്തിൽ ഭൂമിയിൽ പാതാളത്തിൽ എല്ലാ മുഴങ്കാലും അടങ്ങുന്ന യേശുവിൻ്റെ വലിയ നാമത്തിൽ ഈ ശുശ്രൂഷകളിലേക്ക് എല്ലാവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് കർത്താവ് നമുക്കായിട്ട് വലിയ പ്രവൃത്തികൾ ചെയ്യാൻ പോകുക. അത്ഭുതങ്ങൾ ചെയ്തവനായ യേശു ഇന്ന് നമുക്ക് വേണ്ടി വലിയ പ്രവൃത്തികൾ ചെയ്യും. വലിയ വിശ്വാസത്തോടെ, വലിയ തീഷ്ണതയോടെ, പ്രാർത്ഥനയോടെ നമുക്ക് വചന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം. അത്ഭുതങ്ങൾ ചെയ്യുന്ന ഒരു ദൈവത്തിൻ്റെ മുൻപിലാണ് നാം ആയിരിക്കുന്നത്. ഹല്ലേലൂയ. ദൈവം നമുക്കായിട്ട് ചെയ്ത നന്മകളും അത്ഭുതകരമായ പ്രവൃത്തികളും ദൈവമഹത്വത്തിനു വേണ്ടി നമ്മൾ പങ്കുവയ്ക്കണം. ഓരോ ദിവസവും ദൈവം നമ്മളെ അത്ഭുതമായിട്ട് കൈകളിൽ താങ്ങുകയാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ അപകടങ്ങളിൽ നിന്ന് അവിടുന്ന് രക്ഷിച്ചു. ഒരുപക്ഷെ മരണത്തിൽ പെടേണ്ട സാഹചര്യങ്ങളിൽ നിന്ന് ദൈവം നമ്മളെ മോചിപ്പിച്ചിട്ടുണ്ട്. വലിയ കടഭാരങ്ങൾ വിടുവിച്ചു. സാമ്പത്തികമായിട്ടുള്ള വലിയ പ്രതിസന്ധികളിൽ ദൈവം വഴികളെ തുറന്നു. പലപ്പോഴും നമ്മുടെ ജീവിതം അത്ഭുതകരമായ ദൈവത്തിൻ്റെ ഒരു വഴി നടത്തലായിരുന്നു. ഇതൊരു സത്യമാണ്. പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടപ്പോൾ അത്ഭുതകരമായിട്ട് ദൈവത്തിൻ്റെ കരം നമുക്ക് വേണ്ടി ഇടപെട്ടിട്ടുണ്ട്. ദൈവം നമുക്ക് വേണ്ടി ചെയ്തു തന്ന എല്ലാ നന്മകളെയും അത്ഭുത പ്രവൃത്തികളെക്കുറിച്ച് നമ്മൾ പങ്കുവയ്ക്കണമെന്നാണ് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നത്. സങ്കീർത്തനം 78:1 മുതലുള്ള തിരുവചനങ്ങൾ. എൻ്റെ ജനമേ, എൻ്റെ ഉപദേശം ശ്രവിക്കുക, എൻ്റെ വാക്കുകൾക്ക് ചെവി തരിക. എൻ്റെ ജനമേ,
എൻ്റെ ഉപദേശം നിങ്ങൾ ശ്രവിക്കണം, എൻ്റെ വാക്കുകൾക്ക് നിങ്ങൾ ചെവി തരണം. എൻ്റെ വാക്കുകൾ, എൻ്റെ വചനത്തിന് നിങ്ങൾ ചെവി തരണം. എൻ്റെ വചനം നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കണം. ചെവി തരണമെന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ സ്വരത്തിനു വേണ്ടി നമ്മുടെ കാതുകളെ നമ്മൾ കൊടുക്കണം എന്നാണ് ദൈവം അർത്ഥമാക്കുന്നത്. ദൈവത്തിൻ്റെ സ്വരം ശ്രവിക്കുവാൻ, ദൈവത്തിൻ്റെ സ്വരം കേട്ട് അത് തിരിച്ചറിഞ്ഞ് അതനുസരിച്ച് മുൻപോട്ട് പോകുവാൻ നമുക്ക് കഴിയണം. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഞാൻ ഒരു ഉപമ പറയാം. പുരാതന ചരിത്രത്തിൻ്റെ പൊരുൾ ഞാൻ വ്യക്തമാക്കി തരാം. പുതിയ നിയമത്തിൽ യേശു ഉപമകളിലൂടെയാണ് എല്ലാം ജനത്തിന് പറഞ്ഞു കൊടുത്തത്. തൻ്റെ ശിഷ്യന്മാർക്ക് രഹസ്യത്തിൽ ആ ഉപമകളെ വ്യാഖ്യാനിച്ചു കൊടുത്തുവെന്ന് സുവിശേഷങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്. ദൈവത്തിന് പല കാര്യങ്ങളും നമുക്ക് വ്യക്തമാക്കി തരുവാനും നമ്മളെ പഠിപ്പിക്കുവാനും ആഗ്രഹമുണ്ട്. പക്ഷെ ഇത് നമ്മൾ തിരിച്ചറിയണമെങ്കിൽ നമ്മൾ ദൈവത്തിൻ്റെ ആത്മാവുമായിട്ട് സഹകരിച്ചേ മതിയാവത്തുള്ളൂ. ദൈവത്തിൻ്റെ ആത്മാവുമായിട്ടുള്ള ബന്ധത്തിലാണ് നമുക്ക് ദൈവത്തിൻ്റെ സ്വരം ശ്രവിക്കുവാൻ സാധിക്കുന്നത്. എൻ്റെ ജനമേ, എൻ്റെ സ്വരം ശ്രവിക്കുവാൻ നിങ്ങളുടെ കാതുകളെ തരിക. സങ്കീർത്തനം 78:3-4 വചനങ്ങളിൽ നമ്മളിങ്ങനെ വായിക്കുന്നു, അവരുടെ മക്കളിൽ നിന്ന് നാം അത് മറച്ചു വയ്ക്കരുത്. ദൈവം നമുക്ക് വേണ്ടി ചെയ്ത അനുഗ്രഹങ്ങളെ നാം ഒരിക്കലും മറച്ചു വയ്ക്കാൻ പാടില്ല. അത് അവസരം കിട്ടുമ്പോഴൊക്കെ ദൈവം നൽകിയ അനുഗ്രഹങ്ങൾ, ദൈവത്തിൻ്റെ ഇടപെടലുകൾ നമ്മൾ പങ്കുവയ്ക്കുവാനായിട്ട് തയ്യാറാകണം. അതിലൂടെ നമ്മൾ അനുഗ്രഹിക്കപ്പെടുക. ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ നമ്മൾ അനുഗ്രഹം പ്രാപിക്കുകയാണ്. കർത്താവ് പ്രവർത്തിച്ച മഹത്തായ കാര്യങ്ങളും അവിടുത്തെ ശക്തിപ്രവാഹവും അത്ഭുത കൃത്യങ്ങളും വരും തലമുറയ്ക്ക് നിങ്ങൾ വിവരിച്ചു കൊടുക്കണം. മക്കൾക്കും മക്കളുടെ മക്കൾക്കും തലമുറകൾക്കും നമ്മൾ ദൈവം ചെയ്ത അത്ഭുത പ്രവൃത്തികളെ വിവരിച്ചു കൊടുക്കണമെന്നാണ് വചനം പറയുന്നത്. അടുത്ത ഒരു തലമുറ, അല്ലെ ജനിക്കാനുള്ള തലമുറ, അവർ ദൈവം ചെയ്ത പ്രവൃത്തികളെ തിരിച്ചറിയണം. ദൈവം ചെയ്ത അത്ഭുത പ്രവൃത്തികൾ കേൾക്കുമ്പോൾ വിശ്വാസത്തിലേക്ക് അവർ വരുന്നത്. ദൈവം ചെയ്ത അത്ഭുതകരമായ പ്രവൃത്തികൾ കാണുമ്പോൾ പലരും വിശ്വാസത്തിലേക്ക് കടന്നു വരുന്നത്. ഹല്ലേലൂയ. ഈ കഴിഞ്ഞ ദിവസം ഒരു ടീച്ചർ ഇങ്ങനെ പങ്കുവെക്കുകയായിരുന്നു. അവർ പറഞ്ഞു, ഞാൻ പല ധ്യാനങ്ങളിൽ കൺവെൻഷനിൽ കൂടിയിട്ടുണ്ട്. പക്ഷേ ഈ അടുത്ത നാളിൽ നമ്മുടെ ഒരു കൺവെൻഷനിൽ അവർക്ക് കൂടുവാനായിട്ട് ഒരു ഭാഗ്യം ലഭിച്ചു. അവർ പറയുന്നു, എൻ്റെ കൺമുമ്പിൽ അടയാളങ്ങളും അത്ഭുതങ്ങളും ഞാൻ നേരിട്ട് കണ്ടു. തളർവാദ രോഗികൾ എണീറ്റു നടക്കുന്നത് കണ്ടു. കാഴ്ചയില്ലാത്ത കണ്ണുകൾ തുറക്കപ്പെടുന്നത് കണ്ടു. 2000 വർഷം മുൻപ് യേശു ചെയ്ത ആ പ്രവൃത്തികൾ ഇന്നും ഉദ്ധാനം ചെയ്ത യേശു പ്രവർത്തിക്കുകയാണ്. ആ ടീച്ചർ പറയുകയാണ്, എൻ്റെ വിശ്വാസത്തെ ഉണർത്തുന്ന അനുഭവമായിരുന്നു. അതിലൂടെ സംഭവിച്ച വലിയൊരു അനുഗ്രഹം ആ കുടുംബം മുഴുവൻ അവരിന്ന് അനേകരോട് പറയുന്നു, ഞാൻ വിശ്വാസത്തിൽ വളർന്നു. യേശു ക്രിസ്തു ഇന്നും ജീവിക്കുന്നു എന്ന വലിയൊരു യാഥാർത്ഥ്യം അവർ അനുഭവത്തിൽ അറിയുകയാണ്. ഹല്ലേലൂയ. നമുക്ക് കരമൊന്നുയർത്തി സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങൾക്ക് വേണ്ടി അങ്ങ് ചെയ്ത അത്ഭുത പ്രവൃത്തികളെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. അങ്ങ് ഇപ്പോൾ ഞങ്ങൾക്ക് വേണ്ടി വൻ കാര്യങ്ങൾ ചെയ്യുമെന്ന് ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. അങ്ങ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന വലിയവനായ ദൈവമാണ്. കർത്താവേ, അങ്ങേ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. അങ്ങ് വലിയവനാണ്, അങ്ങ് സർവശക്തനാണ്. യേശുവേ, ഇപ്പോൾ ഈ ടെലിവിഷൻ്റെ മുൻപിൽ നിന്ന് വചനം കേൾക്കുന്ന മക്കളുടെ മേൽ ദൈവശക്തി അയക്കണമേ. അത്ഭുത രോഗശാന്തികളും അടയാളങ്ങളും ഇപ്പോൾ സംഭവിക്കട്ടെ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ആമേൻ. നമ്മുടെ കണ്ണുകൾ കൊണ്ട് കണ്ട ദൈവത്തിൻ്റെ വീര്യമേറിയ അത്ഭുത പ്രവൃത്തികൾ നമ്മൾ അനേകരോട് പങ്കുവയ്ക്കണം.
അതൊരു വലിയ ശുശ്രൂഷയാണ്. അതിലൂടെ തന്നെ അനേകർ ക്രിസ്തുവുള്ള വിശ്വാസത്തിലേക്ക് കടന്നു വരികയും ചെയ്യും. സങ്കീർത്തനം 78:5 അവിടുന്ന് യാക്കോബിന് പ്രമാണങ്ങൾ നൽകി, ഇസ്രായേലിന് നിയമവും. അത് മക്കളെ പഠിപ്പിക്കാൻ നമ്മുടെ പിതാക്കന്മാരോട് അവിടുന്ന് ആജ്ഞാപിച്ചു. ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തികൾ പറയുക, തലമുറകൾക്ക് അത് കൈമാറ്റം ചെയ്യാം. നമുക്കറിയാം, സഭയുടെ പാരമ്പര്യ വിശ്വാസങ്ങൾ, വിശുദ്ധ ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ നമ്മൾ തലമുറകളോട് പങ്കുവയ്ക്കണം. പാരമ്പര്യ വിശ്വാസങ്ങൾക്ക് ആഴമായ ഒരു ഊന്നൽ സഭ നൽകുന്നുണ്ട്. പാരമ്പര്യ വിശ്വാസങ്ങൾ പകരപ്പെടുന്നതിലൂടെ നമ്മുടെ വിശ്വാസം ഉറയ്ക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ വിശ്വാസത്തിൻ്റെ രഹസ്യങ്ങൾ മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം. മക്കളിത് തിരിച്ചറിയണമെന്നാണ് വചനം പഠിപ്പിക്കുന്നത്. മാതാപിതാക്കന്മാരോട് അവിടുന്ന് ആജ്ഞാപിച്ചു. ദൈവവചനത്തിൻ്റെ മുൻപിലായിരിക്കുന്ന മാതാപിതാക്കന്മാർ ഇത് തിരിച്ചറിയണം. നിങ്ങളുടെ മക്കളോട്, കൊച്ചുമക്കളോട് ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തികളെക്കുറിച്ച് പറഞ്ഞു കൊടുക്കണം. നമുക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യുന്നൊരു ദൈവമുണ്ടെന്ന്, നമ്മോട് കരുണ കാണിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന്, നമ്മളെ കൈവിടാത്ത ഒരു കർത്താവ് ഉണ്ടെന്ന്, 2000 വർഷം മുൻപ് അത്ഭുതങ്ങൾ ചെയ്ത യേശു ഇന്ന് പ്രവർത്തിക്കുമെന്ന് വിശ്വാസത്തോടെ മാതാപിതാക്കന്മാർ മക്കൾക്കും കൊച്ചുമക്കൾക്കും തലമുറകൾക്കും പറഞ്ഞു കൊടുക്കണം. ഹല്ലേലൂയ. നമുക്ക് ലഭിച്ച ആ വിശ്വാസത്തിൻ്റെ ഒരു കൈമാറ്റം, നമ്മുടെ കണ്ണുകൾ കൊണ്ട് കണ്ട, നമ്മൾ അനുഭവിച്ചറിഞ്ഞ യേശുവിനെക്കുറിച്ചും അവിടുന്ന് ചെയ്ത പ്രവൃത്തികളെക്കുറിച്ച് നമ്മൾ വാ തോരാതെ സംസാരിക്കുവാൻ തയ്യാറാകണം. ഹല്ലേലൂയ. ലൂക്കാ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 26-ാമത്തെ വചനം പറയുന്നു, എല്ലാവരും വിസ്മയഭരിതരായി ദൈവത്തെ മഹത്വപ്പെടുത്തി. ഒരു തളർവാദ രോഗിയെ യേശു സൗഖ്യപ്പെടുത്തി. ആ വ്യക്തി കിടക്കമെടുത്ത് നടക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും ഈ അത്ഭുത പ്രവൃത്തി കണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തി. അവർ സംഭ്രമത്തോടെ പറഞ്ഞു, അസാധാരണ സംഭവങ്ങൾ ഇന്ന് നാം കണ്ടിരിക്കുന്നു. അസാധാരണമായ സംഭവങ്ങൾ, അസാധാരണമായ ദൈവത്തിൻ്റെ പ്രവൃത്തികൾ നമ്മൾ ഇന്ന് കണ്ടിരിക്കുന്നു. നമ്മുടെ കണ്ണുകൾക്ക് വിശ്വസിക്കാനാവാത്ത ദൈവത്തിൻ്റെ ശക്തിയുടെ വെളിപ്പെടുത്തൽ നമ്മളിത് കണ്ടിരിക്കുന്നുവെന്ന് അവർ വിളിച്ചു പറയുക. നമ്മൾ കണ്ട ദൈവത്തിൻ്റെ മഹാപ്രവൃത്തികളെ ഒരിക്കലും നമ്മൾ അവഗണിക്കരുത്. അത് നമ്മൾ പറയണം. അതിലൂടെ നമ്മൾ ദൈവത്തിൻ്റെ നാമത്തെയാണ് ഉയർത്തുന്നത്, യേശുവിനെയാണ് ഉയർത്തുന്നത്. യേശുവിനെ എവിടെ ഉയർത്തുന്നോ അവരെയും യേശു മാനിക്കും. സങ്കീർത്തനം 78:6 വരാനിരിക്കുന്ന തലമുറ, ഇനിയും ജനിച്ചിട്ടില്ലാത്ത മക്കൾ അവ അറിയുകയും തങ്ങളുടെ മക്കൾക്ക് അവ പറഞ്ഞു കൊടുക്കുകയും ചെയ്യും. ദൈവമായ കർത്താവ് നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടി, നമ്മുടെ ദേശത്തിനു വേണ്ടി, നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങളെല്ലാം നമ്മൾ തലമുറയോട് പറഞ്ഞു കൊടുക്കണം. ദൈവത്തിൻ്റെ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുക. തലമുറകളോട് ദൈവത്തിൻ്റെ പ്രവൃത്തികളെക്കുറിച്ച്, ദൈവത്തിൻ്റെ ഇടപെടലുകളെക്കുറിച്ച്, എല്ലാ വഴികളും അടഞ്ഞുപോയപ്പോൾ ദൈവമായ കർത്താവ് നമുക്ക് വേണ്ടി വഴികൾ തുറന്നു തന്നതിനെക്കുറിച്ച്, സകല മാർഗങ്ങളിലും തടസ്സങ്ങൾ വന്നപ്പോൾ ആ തടസ്സങ്ങളെ മാറ്റി ദൈവം നമ്മളെ കൈപിടിച്ചു നടത്തിയ അനുഭവങ്ങളെക്കുറിച്ച് നമ്മൾ പറയണം. തീരാ രോഗങ്ങളെ അവിടുന്ന് സൗഖ്യപ്പെടുത്തിയിട്ടുണ്ട്. കർത്താവ് ചെയ്ത അത്ഭുതകരമായ രോഗസൗഖ്യങ്ങളെക്കുറിച്ച് നമ്മൾ പങ്കുവയ്ക്കണം. നമ്മുടെയൊക്കെ ജീവിതത്തിൽ യേശു ഇടപെട്ട ഓരോ നിമിഷങ്ങളും അത് സ്വർഗത്തിൻ്റെ കരുണയാണ് നമ്മൾ തിരിച്ചറിയണം. എൻ്റെ പിതാവിനാൽ ആകർഷിക്കപ്പെടാതെ എൻ്റെ അടുക്കൽ ആരും വരുന്നില്ല. യേശുവിൻ്റെ അടുക്കലേക്ക് ആരെങ്കിലും വന്നുവെങ്കിൽ
യേശുവിൻ്റെ പരിശുദ്ധ നാമത്തെ വിളിച്ചപേക്ഷിച്ചുവെങ്കിൽ അത് പിതാവിൻ്റെ ഹിതമായിരുന്നു. പിതാവ് അവരെ ഒന്ന് തൊടുവാൻ, സൗഖ്യമാക്കുവാൻ, അനുഗ്രഹിക്കുവാൻ വേണ്ടിയാ അവരെ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നത്. ഇന്നും അത്ഭുതങ്ങൾ ചെയ്യുന്ന സർവശക്തനായ കർത്താവായ യേശുവിൻ്റെ മുൻപിലാണ് നമ്മൾ ഓരോരുത്തരുമായിരിക്കുന്നത്. നിങ്ങൾ ഈ ടെലിവിഷനിൽ ആയിരിക്കുമ്പോൾ തന്നെ, ടെലിവിഷനിൽ ഈ പ്രോഗ്രാം, ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ദൈവം നിങ്ങൾക്ക് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. ഈ കഴിഞ്ഞ ദിവസം ഒരു ചെറുപ്പക്കാരൻ എന്ന് പറയാണ്, ശാലോമിൽ യേശു ആലും വലിയ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുക. നട്ടലിന് രോഗം ബാധിച്ചൊരു മകൻ്റെ സാക്ഷ്യം കണ്ടു. അവസാനം ഒരു പ്രാർത്ഥന സമയത്ത് ഡിസ്കുകൾ അകന്നുപോയ ആ മകൻ പറഞ്ഞു, എൻ്റെ നടുവിന് ഞാൻ കൈവച്ചു, പ്രാർത്ഥിക്കുമ്പോൾ നട്ടല് ഡിസ്കുകളൊക്കെ നിവർന്ന് ഒരുമിച്ച് കൂടുന്ന അനുഭവം, അതിനുശേഷം ഒരു വേദനയും ഉണ്ടായിട്ടില്ല എന്ന്. യേശുവിൻ്റെ വചനത്തിന് അനന്തമായ ശക്തിയുണ്ട്. ദൈവം ചെയ്ത വലിയ പ്രവൃത്തികളെ നമ്മൾ മറച്ചു വയ്ക്കരുത്. വിശ്വാസപൂർവം നമുക്കത് പ്രഘോഷിക്കുവാനായിട്ട് സാധിക്കണം. ദൈവത്തിൻ്റെ വീര്യപ്രവൃത്തികളെ നമ്മൾ അവഗണിക്കരുത്. ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തികളെ നമ്മൾ നിസ്സാരമാക്കി കളയാൻ പാടില്ല. ഇന്ന് പലർക്കും യേശു ചെയ്ത കാര്യങ്ങൾ പറയാൻ മടിയാ. വ്യക്തിപരമായിട്ട് തന്നെ അത്ഭുതകരമായ സൗഖ്യം ലഭിച്ചവർ, അനുഗ്രഹം പ്രാപിച്ചവർ പോലും വാ തുറന്നിത് പറയുവാൻ മനസ്സില്ലാത്തവരുണ്ട്. അത് തെറ്റു തന്നെയാണ്. അത് ഗൗരവമേറിയ ഒരു ദൈവത്തോട് കാണിക്കുന്ന അനാദരവാണത്. അസാധാരണമായ പ്രവൃത്തികൾ നമുക്ക് വേണ്ടി കർത്താവ് ചെയ്യുമ്പോൾ നമ്മൾ എവിടെയും യേശുവിൻ്റെ നാമത്തെ ഉയർത്തിപ്പറയുവാൻ സാധിക്കണം. തലമുറ തലമുറ യേശു ചെയ്ത പ്രവൃത്തികളെക്കുറിച്ച് അറിയണം. അവർ ദൈവത്തിൽ ആശ്രയിക്കുകയും അവിടുത്തെ പ്രവൃത്തികളെ വിസ്മരിക്കാതെ കൽപ്പനകൾ പാലിക്കുകയും ചെയ്യും. നമ്മൾ ദൈവം ചെയ്ത ഒരു പ്രവൃത്തി പറയുമ്പോൾ, അത് കേൾക്കുമ്പോൾ ഒരു വ്യക്തിയുടെ ഹൃദയത്തിലേക്ക് വിശ്വാസത്തിൻ്റെ ഒരു അഭിഷേക പ്രവാഹമുണ്ടാകുന്നു. വിശ്വാസം നമ്മിൽ നിറയണമെങ്കിൽ നമ്മൾ ദൈവം ചെയ്ത പ്രവൃത്തികൾ കാണണം, അല്ലെ അതേക്കുറിച്ച് കേൾക്കണം. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് ചലിക്കുവാൻ തുടങ്ങും. സങ്കീർത്തനം 89 5ഉം 6ഉം വചനങ്ങൾ. കർത്താവേ, ആകാശം അങ്ങയുടെ അത്ഭുതങ്ങളെ സ്തുതിക്കട്ടെ. നീതിമാന്മാരുടെ സമൂഹത്തിൽ അങ്ങയുടെ വിശ്വസ്തത പ്രകീർത്തിക്കപ്പെടട്ടെ. കർത്താവിന് സമനായി സ്വർഗത്തിൽ ആരുണ്ട്? കർത്താവിനോട് സദൃശനായി സ്വർഗവാസികളിൽ ആരുണ്ട്? കർത്താവിനോട് സമനായിട്ട് ആരുമില്ല. അവൻ ചെയ്ത അത്ഭുത പ്രവൃത്തികളെ നിങ്ങൾ സ്തുതിക്കട്ടെ. ആകാശത്തോളം ഉയരുന്ന സ്തുതിപ്പ് നമ്മുടെ നാവിൽ നിന്ന് തുറക്കപ്പെടട്ടെ. ഉത്സവാഘോഷത്താൽ അങ്ങേ സ്തുതിക്കുന്നവർ ഭാഗ്യവാന്മാർ. കർത്താവേ, അവർ അങ്ങയുടെ മുഖത്തിൻ്റെ പ്രകാശത്തിൽ നടക്കുന്നു. ഉത്സവ ആഘോഷത്താൽ അങ്ങേ സ്തുതിക്കുന്നവർ ഭാഗ്യവാന്മാർ. ദൈവത്തെ നമ്മൾ സ്തുതിക്കുവാൻ മടിക്കരുത്. സ്തുതിക്കുമ്പോൾ നമ്മുടെ മേലുള്ള തിന്മയുടെ കെട്ടുകൾ തകരുകയാണ്. പിശാച് നമ്മുടെ മേലിട്ട സകല ചങ്ങലകൾ തകർക്കപ്പെടുന്ന സമയമാണ് സ്തുതിപ്പിൻ്റെ സമയം. അധരങ്ങൾ തുറന്ന് സ്വരമുയർത്തി യേശുവിനെ നമ്മൾ സ്തുതിക്കാൻ മടിക്കരുത്. നിന്റെ സൃഷ്ടാവിനെ സർവ്വശക്തിയോടുകൂടെ നീ സ്തുതിച്ച് മഹത്വപ്പെടുത്തുമ്പോൾ നിന്റെ മേലുള്ള സകല തകർച്ചകളും കർത്താവ് മാറ്റുകയാണ്. നമുക്ക് രണ്ട് കരങ്ങളും ഉയർത്തിപ്പിടിക്കാം. അധരങ്ങൾ തുറന്ന് ഉച്ച സ്വരത്തിൽ കർത്താവിനെ സ്തുതിച്ച് വിടുതലിന് വേണ്ടി, സൗഖ്യത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരും സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. കർത്താവായ യേശുവേ, അങ്ങയുടെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ദൈവജനത്തിനു മേൽ പിശാചിട്ട എല്ലാ ചങ്ങലകളും അഴിയട്ടെ. രോഗത്തിൻ്റെ കെട്ടുകൾ അഴിയട്ടെ. നിരാശകളും ദുഃഖങ്ങളും ഭയത്തിൻ്റെ അരുവികൾ വിട്ടുമാറട്ടെ. അവിശ്വാസത്തിൻ്റെ ബന്ധങ്ങൾ തകരട്ടെ. നിരന്തരമായ രോഗപീഠകൾ, കുടുംബ തകർച്ചകൾ, കുടുംബത്തിലെ അസമാധാനം,
കലഹങ്ങൾ എല്ലാം വിട്ടുമാറട്ടെ. എല്ലാ തിന്മയുടെ ചങ്ങലകളും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തകർക്കപ്പെടട്ടെ. ദൈവജനത്തിനു മേൽ പിശാചിട്ട സകല കെട്ടുകളും അഴിയട്ടെ. യേശുവിൻ്റെ നാമത്തിൽ സകല തിന്മകളും വിട്ടുമാറട്ടെ. അത്ഭുത രോഗശാന്തികളും അടയാളങ്ങളും ഇപ്പോൾ യേശുനാമത്തിൽ സംഭവിക്കട്ടെ. കർത്താവേ, അങ്ങേ സ്തുതിക്കുന്ന മക്കളുടെ മേൽ ആത്മാവിൻ്റെ ശക്തി അയക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി. അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. ദൈവജനം സ്വതന്ത്രരാവട്ടെ. ഹല്ലേലൂയ. യേശുവേ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ നന്ദി, പരിശുദ്ധാത്മാവേ സ്തുതി, പരിശുദ്ധാത്മാവേ നന്ദി. ആമേൻ. ജിക്കു ടെറസ. എന്ത് പറ്റിയായിരുന്നു എന്ന് പറയാമോ? ആക്ച്വലി ഞാൻ MBBS സെക്കൻഡ് ഇയർ പഠിക്കുമ്പോൾ എൻ്റെ ഫ്രണ്ടിൻ്റെ ബൈക്ക് പൊന്തിച്ചതായിരുന്നു. അവളുടെ മേത്ത് ബൈക്ക് വീണപ്പോൾ അപ്പം മസിൽ ടെയർ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ഡിസ്കിന് പ്രശ്നമുണ്ടോയെന്നൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഓൺ ആൻഡ് ഓഫ് ഇങ്ങനെ പെയിൻ വന്നായിരുന്നു. വൈദ്യരുടെ ആയുർവേദം, ഹോമിയോ എല്ലാം ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ വേദന വരും, പോവും, എക്സസൈസ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞു. ആദ്യം ഇനിഷ്യലി മൈൽഡായിരുന്നു. ഇപ്പോൾ എൻ്റെ 3 ഡിസ്ക്സ് ബൾജായിട്ടുണ്ട്. L2, L3, L4, L5, L5S1. അത് കാരണം എനിക്ക് ഞാൻ ഈ ഡിസംബറിൽ ഒന്ന് പള്ളിയിൽ പോയപ്പോൾ ഒന്ന് തുമ്മിയതായിരുന്നു. അപ്പോൾ ഭയങ്കരമായിട്ട് എൻ്റെ ബാക്ക് സ്പ്രെയിൻ ആയിട്ട് ഞാൻ ചെരിഞ്ഞിട്ട് കുറച്ച് ദിവസം നടന്നായിരുന്നേ. പിന്നെ ഡോക്ടർ പറഞ്ഞു ബെഡ് റെസ്റ്റ് എന്ന് പറഞ്ഞു. എന്നിട്ട് ബെഡ് റെസ്റ്റൊക്കെ എടുത്തു. പിന്നെയും January 7th വീണ്ടും ഇങ്ങനെ ഭയങ്കര വേദനയായി തുടങ്ങി. അപ്പോൾ വീണ്ടും ഫ്യൂ ഡേയ്സ് റെസ്റ്റ് എടുത്തിട്ട് MRI സ്കാൻ എടുത്തപ്പോഴാണ് 3 ഡിസ്ക് ബൾജ് ഉണ്ടെന്ന് അറിഞ്ഞത്. പിന്നെ ഓൾമോസ്റ്റ് അവർ 10 days ബെഡ് റെസ്റ്റ് എന്ന് പറഞ്ഞു. ബെഡ് റെസ്റ്റ് എടുത്തു. പിന്നെ അവസാനം ഞാൻ ബെഡ് റെസ്റ്റ് എടുത്തിട്ട് മാറിയില്ല. ആയുർവേദ ചെയ്തു. അവർ 15 days ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ എങ്ങനെയായാലും ബ്രദറിൻ്റെ ധ്യാനം ഉണ്ടായിരുന്നു എന്ന് അറിഞ്ഞു. അപ്പോൾ എന്ത് വന്നാലും ശരി, ഞാൻ ഇവിടെ വന്നിട്ട് ഇനി ഇങ്ങോട്ടും പോകണല്ലോ എന്ന് വിചാരിച്ചു. ഇന്നടക്കം ഞാൻ ഈ ബെൽറ്റിനോട് പറഞ്ഞു, ഇത് ഞാൻ നിന്നെ ടുഡേ ഈസ് ദ ലാസ്റ്റ് ടൈം ഗോണ പുട്ട് ദിസ് എന്ന് പറഞ്ഞിട്ടാണ് വന്നത്. ബ്രദർ ഡിസ്കിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ എനിക്ക് വളരെയധികം സന്തോഷമായി. God is the one who brought me here. ഉറപ്പായിട്ടും കർത്താവ് സൗഖ്യമാക്കും, ഒരു സംശയമില്ല കാര്യത്തിൽ. ഈ ബെൽറ്റ് തിരിച്ചു കൊണ്ടുകൊണ്ട് വരത്തില്ല. ഹല്ലേലൂയ. യേശു നന്ദി. നോക്ക് എവിടെയാ നട്ടലിൻ്റെ ഡിസ്കാന്ന് വേദന എവിടെയാ? ഒന്ന് തൊട്ട് കാണിക്കാം. ഈ നട്ടലിൻ്റെ ഈ ഭാഗമാണോ? ഇവിടെ ആണോ? ഇവിടെ ആയിട്ടല്ലേ? അവിടെയുണ്ടല്ലേ? കാല് വേദനയുണ്ട്. അട്ടെ തിരിഞ്ഞു. ഞാനിവിടെ ഒന്ന് കൈ കൊണ്ട് എൻ്റെ കൈ കൊണ്ട് തട്ടാൻ പോകണേ. മോക്ക് കർത്താവ് സൗഖ്യം കൊടുക്കുമോ? കരമുയർത്തി പിടിച്ച് ഒന്ന് സ്തുതിച്ചേ നിങ്ങൾ. ഇവൾക്ക് വേണ്ടി ഒന്ന് സ്തുതിച്ചേ. യേശുവിൻ്റെ നാമത്തിൽ ശക്തിയേറിയ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. അത്ഭുത ശക്തി നട്ടലിൻ്റെ മേലെ വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ. യോഹന്നാൻ 19:36 അവൻ്റെ അസ്ഥികളിൽ ഒന്നുപോലും ചിതറിക്കപ്പെടുകയില്ല. യേശുവിൻ്റെ നാമത്തിൽ നട്ടൽ യഥാസ്ഥാനത്താവട്ടെ, ഡിസ്കുകൾ യഥാസ്ഥാനത്താവട്ടെ, കാലിൻ്റെ വേദന വിട്ടുമാറട്ടെ, കാലുകൾ യഥാസ്ഥാനപ്പെടട്ടെ. യേശുവിൻ്റെ നാമത്തിൽ പൂർണ്ണ സൗഖ്യം പ്രാപിക്കട്ടെ. യേശുവെ നന്ദി, യേശുവെ സ്തുതി. ആമേൻ. മോളൊന്ന് കുനിഞ്ഞേ. മതി. ആ കാലൊന്ന് വലിച്ചു കുടഞ്ഞേ. കാലൊന്ന് ചലിപ്പിച്ചേ. ആ മറ്റേ കാലം ചലിപ്പിച്ചേ. ആ ഞങ്ങൾ ഇവൾക്ക് വേണ്ടി കരമെത്തി നന്നായിട്ട് സ്തുതിച്ചേ. കർത്താവിൻ്റെ ശക്തി നിറയട്ടെ. ആ കാല് ചലിപ്പിച്ചേ. കർത്താവേ ആത്മധൈര്യം നൽകണമേ. വിശ്വാസത്തിന് അഭിഷേകം നിറയട്ടെ. ദൈവശക്തി നിറയട്ടെ. ഹല്ലേലൂയ. യേശുവിൻ്റെ നാമത്തിൽ പൂർണ്ണമായ സൗഖ്യത്തിലേക്ക് വരട്ടെ. കൈയൊക്കെ ഒന്ന് വിളിച്ചു കുടഞ്ഞേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പതുക്കെ ഒന്ന് പുറകോട്ട് വെച്ച്. ആ ഇനി മുന്നോട്ട് വെച്ച്. നിവർന്നേ. ആ സടുക്ക തിരിച്ച്. ഞാനിവിടെ വന്നപ്പോൾ എനിക്കൊരു ബെഡ് വേണം. എന്താണെന്ന് വെച്ചാൽ 1/2 മണിക്കൂറിനെക്കാട്ടും കൂടുതൽ ബെൽറ്റ് ഇട്ടിട്ട് എനിക്ക് ഇരിക്കാൻ പറ്റിയിരുന്നില്ല. സോ എനിക്കൊരു ബെഡ് വേണം. ഞാൻ കിടന്നിട്ടായാലും ധ്യാനം കൂടുന്നൊക്കെ പറഞ്ഞതായിരുന്നു. എനിക്ക് സൺഡേ എന്നിട്ട് കുറച്ച് നേരം ഇരിക്കാൻ പറ്റി.
മൺഡേ ഇന്നലെ വേദന ഉണ്ടായിരുന്നു, പക്ഷെ എന്നാലും എനിക്ക് ഇരുന്ന് ധ്യാനം കൂടാൻ പറ്റി. ഞാൻ ദൈവത്തിനോട് പറഞ്ഞു എനിക്ക് ഇരുന്നിട്ട് എന്നെ കാണണം, ആൻഡ് ഐ വാണ്ട് യുവർ ഹീലിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ നിന്ന് ഞെക്കി നോക്കിയേ, ഇപ്പൊ വേദനയില്ല. വേദനയില്ല. ഒന്ന് ഓടിക്കേ. എൻ്റെ യേശു എനിക്കു നല്ലവൻ, അവനെന്നു മതിയായവൻ. പഠിക്കേ. എൻ്റെ യേശു എനിക്കു നല്ലവൻ, അവനെന്നു മതിയായവൻ. ആപത്തിൽ രോഗത്തിൽ വൻപ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ. സെക്കൻഡ് റാമോദിലാണ് വീട്. കഴിഞ്ഞ വർഷം ഞങ്ങളവിടെ കൺവെൻഷൻ നടത്തിയപ്പോൾ അന്നും നടുവിനൊക്കെ പ്രയാസം ഉണ്ടായിരുന്നു. അന്നും കർത്താവ് സ്പർശിച്ച. പിന്നെ ഇപ്പം ശരിക്കും ഡിസ്കുകളെല്ലാം ഇങ്ങനെ പോയൊരവസ്ഥയായി. ഐ താങ്ക് യു ജീസസ്. ഞാൻ ഇവിടെ എന്നെ ദൈവമാണ് ഇവിടെ എൻ്റെ മനസ്സിലൊരു ഭയങ്കരമായിട്ട് വിശ്വാസം ഉണ്ടായിരുന്നു. ഞാനിവിടെ വരും, ഇവിടെ എങ്ങനെയും എത്തും. ഞാൻ ട്രെയിനിലടക്കാൻ ഫുൾ ടൈം കിടന്നിട്ടാണ് വന്നത്, അറ്റ്ലീസ്റ്റ് കുറച്ച് നേരം ഇരിക്കാൻ വേണ്ടിയിട്ട്. സോ ഐ വാസ് ഷുവർ എൻ്റെ ദൈവം എന്നെ പൂർണ്ണമായി സുഖപ്പെടുത്തിയിട്ട് തന്നെ ഇവിടുന്ന് പറഞ്ഞയക്കുള്ളൂ എന്നുള്ളൊരു വിശ്വാസം ഉണ്ടായിരുന്നു. താങ്ക് യു ജീസസ്, താങ്ക് യു സോ മച്ച്. ഒന്നുകൂടെ ഇരുന്നൊക്കെ എണീറ്റ് കാണിച്ചേ. ഇരുന്ന് എണീറ്റ് ഇരുന്ന്. പ്രൈസ് ദി ലോർഡ്. യേശു ആരിലും വലിയവൻ വലിയവൻ. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ. ആരിലും വലിയവൻ വലിയവൻ. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ. ആരിലും വലിയവൻ വലിയവൻ. സൗഖ്യദായകൻ പാപമോചകൻ. സൗഖ്യദായകൻ പാപമോചകൻ. യേശുവേഗരക്ഷകൻ. യേശുവേഗരക്ഷകൻ. കരുണാമയൻ സ്നേഹഗായകൻ. കരുണാമയൻ സ്നേഹഗായകൻ. യേശു 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 ആരിലും വലിയവൻ വലിയവൻ. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ. ആരിലും വലിയവൻ വലിയവൻ. ആരിലും വലിയവൻ വലിയവൻ.